നമസ്കാരം, ഞാൻ നിങ്ങളുടെ ഒരു ഉത്തമയാണ്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു വെളുത്തുള്ളി അച്ചാറുമായിട്ടാണ്. അത് വേഗം എടുത്തക്ക രീതിയിലുള്ള ഒരു വെളുത്തുള്ളി അച്ചാറാണ്. അതെങ്ങനെ ഇടാമെന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളും ഒന്ന് ഇട്ട് നോക്കണം. എല്ലാവരും കണ്ടും മാറിപ്പോകരുത്. അതൊന്നും അതുപോലെ തന്നെ ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ അച്ചാറൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് അമർത്തുക. എന്നാലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മുന്നിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളെ അത് സഹകരിച്ച് പോവുക. അപ്പം നിങ്ങൾക്കും കൂടെ പ്രയോജനകരമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഒരു 1/2 കിലോ വെളുത്തുള്ളിയാണ് അച്ചാറിടാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ വറയ്ക്കുള്ള മുളകും വേപ്പിലയാണിത്. പിന്നെ പച്ചമുളകുണ്ട്. ഒരു 3 പച്ചമുളകേ ഞാൻ എടുത്തുള്ളൂ, കാരണം മുളക് പൊടി എരിവുള്ളതാണ്, അതുകൊണ്ട്. പിന്നെ ഒരു വിരലിൻ്റെ നീളത്തിൽ ഒരു ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ചെറിയ സ്പൂണാണ്. ആ സ്പൂണിന് 2 സ്പൂൺ കായപ്പൊടിയാണിത്. ഞാൻ വറുത്ത് പൊടിച്ചതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഉലുവാപ്പൊടിയാണ്. ഇത് 1.5 സ്പൂൺ ഉലുവാപ്പൊടിയുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പൂൺ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു 50 ഗ്രാം കൂടുതലുണ്ട് മുളക് പൊടി. അതായത് ഞാൻ ഒരു ചെറിയ കപ്പിനാണ് അളന്നെടുത്തേക്കുന്നത്. എരിവ് അനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാൻ. ഇത് നല്ല എരിവുള്ളതായതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ചെടുത്തേക്കുന്നത്. 1/2 കിലോയ്ക്ക് അത് പോരാ ശരിക്കും, എരിവില്ലാത്തതാണെങ്കിൽ. അപ്പോൾ അതനുസരിച്ച് അപ്പം ഞാൻ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ കായം ചൂടാക്കിയ എണ്ണയാണ് ഇപ്പോൾ ഒഴിക്കണം. കായം വറുത്തെടുത്തതാണ് ഞാൻ, കട്ടക്കായമാണ് വറുത്തെടുത്തത്. അപ്പം അതിൻ്റെ എണ്ണയാണ് ഞാനിപ്പോൾ ഒഴിക്കണത്. പോരാത്ത എണ്ണ കൂടെ ഒഴിക്കുന്നുണ്ട്. എണ്ണ വേണം ഇതിന്. അപ്പോൾ ഈ ഉള്ളി വഴറ്റണ്ടേ, അതുകൊണ്ട് ഒരു 1/4 കിലോ വെളിച്ചെണ്ണ. നല്ലെണ്ണയിലാണ് ഉണ്ടാക്കണം. ഇത് കൂടുതൽ നാളിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കൂടുതൽ നാളൊന്നും ഇരിക്കത്തില്ല, അതുകൊണ്ട് നല്ലെണ്ണ ഉണ്ടാക്കുന്നില്ല. വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ഇഷ്ടമുണ്ടല്ലോ. ചിലർക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല, ചിലർക്ക് നല്ലെണ്ണയാണ് ഇഷ്ടം. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഇഷ്ടം, അതുകൊണ്ട് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 1 സ്പൂൺ കടുക് ഇടുകയാണ്. അപ്പോൾ കടുക് പൊട്ടിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് കടുകൊക്കെ എല്ലാത്തിൻ്റെയും പ്രധാനിയാണല്ലോ കടുക്. അപ്പോൾ അതിനെ പൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ് കട്ടട്ടെ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വറ്റൽമുളക്, മുറിച്ച വറ്റൽമുളകും വെളുത്തുള്ളിയും കഴിയുന്നു. ഇട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഈ പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇടുകയാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോൾ നമ്മളിതിൻ്റെ ഒപ്പം തന്നെ മൂക്കാനുള്ള സാധനമാണ് ഈ വെളുത്തുള്ളി ഇടുകയാണ്. ഇടുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉപ്പ് ഇടണം. വെളുത്തുള്ളിക്ക് ഉപ്പ് ഇടാതെ. അപ്പോൾ അതിലേക്ക് ആവശ്യം ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പിട്ട് അപ്പോൾ വെളുത്തുള്ളി വാടിയിട്ടുണ്ട്. ഒത്തിരി വാടിപ്പോകരുത്. നമ്മളിങ്ങനെ തവികൊണ്ട് നോക്കുമ്പോൾ ഇങ്ങനെ മുറിയണം, അതാണ് പരിവ്. ഒത്തിരി മൂത്ത് പോയെന്നാൽ കൊള്ളത്തില്ല. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് ആദ്യം ഇടുന്നത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് മൂക്കട്ടെ. കളറൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ കൂട്ടത്തിൽ അധികം താമസിക്കേണ്ട. അതിലൂടെ തന്നെ നമ്മൾ മുളക് പൊടി ഇടുകയാണ്. മുളക് പൊടി എരിവിനനുസരിച്ച് ഇട്ടോളം. ഇത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് കുറച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഈ അച്ചാർ, എൻ്റെ ഈ അച്ചാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് കഴിച്ചിട്ടുള്ളവരൊക്കെ എന്നെ കൊണ്ട് പിന്നെയും ഇടിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് മെസ്സേജ് വന്നു ഈ വെളുത്തുള്ളി അച്ചാർ ഇടാനായിട്ട്. അങ്ങനെ പലതും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള അതൊക്കെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇടുമെന്നും പറഞ്ഞുകൊണ്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊരെണ്ണമാണ് ഈ വെളുത്തുള്ളി അച്ചാർ. ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണിയൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇടാൻ പോകണമെന്ന് പറഞ്ഞാൽ ഉലുവാപ്പൊടിയാണ്. ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഉലുവാപ്പൊടി ഇട്ട്, അത് 1 സ്പൂൺ ഉലുവാപ്പൊടിയായിരുന്നു, അത് ഇട്ടു.
കായപ്പൊടി. കായം ലാസ്റ്റായിട്ടാണ് കേട്ടോ. നമ്മൾ കായത്തിന്റെ മണമൊക്കെ പോകും ഇതിലേക്ക് കിടന്നേ. അതുകൊണ്ട് നമ്മൾ എണ്ണയ്ക്കകത്ത് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കായപ്പൊടിയാണ്. അപ്പം അതിപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞു, ഇതിന്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം കായപ്പൊടി ഇടിയുവാണ്. കായപ്പൊടി ഇട്ടു. അപ്പം ഇനിയിപ്പം നമ്മൾ ഈ ചട്ടി ഓഫ് ചെയ്യും. ഈ ചട്ടിയുടെ തീ അങ്ങോട്ട് ഓഫ് ചെയ്യുവാണേ. ഇപ്പം എല്ലാമൊക്കെ മൂത്തിട്ടുണ്ട്, എണ്ണയ്ക്കകത്തോട്ടല്ലേ വീണേക്കണം. അപ്പം എല്ലാമൊക്കെ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി തീ അങ്ങോട്ട് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ട് നമ്മളിനി ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരു 200 ml വിനീഗറാണിത്. അതായത് പുളി ഒട്ടും ഇല്ലാത്തതാണ് ഈ വെളുത്തുള്ളിക്ക്. അപ്പം വെളുത്തുള്ളിക്കും പുളി ഇല്ലെങ്കിൽ ഇരിക്കത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പം വിനീഗർ ഒഴിക്കുകയാണ്. 200 ml ഉണ്ട്. പുളി പോരെങ്കിൽ നമ്മൾ പിന്നെയും ഒഴിക്കണം. ഇതിൻ്റെ പുളി എന്ന് പറയുന്നത് ഈ വിനീഗറാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാകും. നമുക്ക് നോക്കുമ്പോൾ കളറില്ലാന്നൊക്കെ തോന്നും, പക്ഷെ ഇതിന്ന് വലിയ വിനീഗറൊക്കെ ഈ വെളുത്തുള്ളി കുടിച്ച് വരുമ്പോഴത്തേക്ക് ഇതിപ്പം അച്ചാറിന് കളറൊക്കെ ആവും. തന്നെയൊക്കെ നമ്മൾ സാധാ മുളക് പൊടി ഇട്ടേക്കണം. കാശ്മീരി ഇടുവാണെങ്കിൽ നല്ല കളറ് കിട്ടും. അപ്പം അങ്ങനെയാണ്. അപ്പം ഇതാണ് നമ്മുടെ അച്ചാറ്. ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു അച്ചാറാണ് ഇത്. ഞാൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെയും ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള അച്ചാറാണ്. ഇപ്പം ഇത് കഴിക്കാനായിട്ട് റെഡിയായിട്ട് എൻ്റെ ഒരാളുണ്ട്. നമ്മുടെ ക്യാമറാമാനും ഭയങ്കര ഇഷ്ടമാണ് ഇത് അച്ചാർ. അപ്പം ഇത് എന്നെ കൊണ്ട് പറഞ്ഞ് രീതിക്കുകയാണ് നമ്മുടെ ക്യാമറാമാൻ. അപ്പം ആ ആളാണ് നമ്മളെ ഇത് യൂട്യൂബിലേക്ക് പ്രോത്സാഹിപ്പിച്ച ആളാണ്. അപ്പം ഇതിപ്പോൾ അച്ചാർ റെഡിയായി. ഓക്കെ.